ഹലോ നമസ്കാരം. ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കാണ്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ഇന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ രണ്ടാമത്തെ ടോപ്പിക്കായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നൊരു പുതിയ ടോപ്പിക്കാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒട്ടും താമസമില്ലാതെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 1/4πε0 Q1 Q2/r² എന്നാണ്, അല്ലെ, ഡിവൈഡഡ് ബൈ r². യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോയിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ പഠിപ്പിച്ചു തരുന്നത്. അതെന്താണ്? ദാറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് F is equal to Gmm/r². രണ്ട് ഇക്വേഷൻസിലും, അതായത് കുളോംസ് ലോയിലും കാണാം, ഗ്രാവിറ്റേഷണൽ ലോയിലും കാണാം, the force is inversely proportional to r². Force is inversely proportional to r². അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരെന്താ? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നൊരു പേരും കൂടെ ഈ രണ്ട് ലോകൾക്കും ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള ബന്ധം. They are inversely proportional to the distance between the two masses ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോയില്, two charges ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ട് ലോസും തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബോൾ ഇപ്പോൾ ഒരു പോയിന്റ് ഇരിക്കുക, ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് ഈ ബോളിനെ മുകളിലേക്ക് പൊക്കുക. അറ്റ് ദ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഈ പന്തിനെ മുകളിലേക്ക് പൊക്കുമ്പോൾ I have to do some work against the gravitational force. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിൽ നിന്ന് താഴേക്കാണ്, ടുവേഴ്സ് സെന്റർ ഓഫ് എർത്ത് ആണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരെ വർക്ക് ചെയ്താണ് ഞാൻ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഈ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഈ ഹയസ്റ്റ് പോയിന്റിലേക്ക് ഉയർത്തുമ്പോൾ I have to do some work. ഈ വർക്കാണ് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി ഞാൻ ഈ ബോളിനെ ഇവിടെ നിന്ന് വിട്ടാലോ, താഴേക്ക് വരുമ്പോൾ എന്ത് എനർജി ആയിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, ഞാൻ ഈ പന്തിനെ മുകളിലേക്ക് പൊക്കുകയാണ്. പൊക്കുമ്പോൾ എന്നാ ചെയ്യണം? ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് ആർക്കെതിരെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ. ആ ഫോഴ്സ് മുഖാന്തരം പന്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ആ എനർജിയാണ് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഇനി ഈ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് പന്ത് വിട്ടാലോ, താഴേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് ആ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായത്? ഞാനൊരു വർക്ക് ചെയ്തപ്പോഴാണ്. ആർക്കെതിരെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ചെയ്ത വർക്കാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായത്, അല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ ഒരു ചാർജിനെ വെച്ചാലും നമുക്ക് ഈ ചാർജിനെ ആ ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം, ശരിയല്ലേ? This work done to move a charge inside a electrostatic field is called electrostatic potential energy. ഒന്നും കൂടെ പറയാം, നമുക്ക് ജോലി എടുക്കാവും മറക്കത്തില്ല, അല്ലേ? ജോലി ചെയ്യാതെ, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് എന്ത് പ്രതിഫലം കിട്ടാനാ? അതുപോലെ തന്നെയാണ് you have to do some work to move an electric charge inside an electric field. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ചാർജ് വെച്ചാൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ആ ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും, മൂവ് ചെയ്യിക്കും. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് ഡു സം വർക്ക്, അല്ലേ, against the electrostatic force to move that charge inside that electrostatic field. നമ്മൾ ഗ്രാവിറ്റിക്കെതിരെ വർക്ക് ചെയ്തിട്ടാണ് എന്നാ ഇത് പന്തിന്റെ മുകളിലേക്ക് പൊക്കിയെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇലക്ട്രിക് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സം വർക്ക് അഗൈൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. സോ ദിസ് ഈസ് ദ സ്റ്റോറി. നമുക്ക് ആർക്കെതിരെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ വർക്ക് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് എനിക്ക് രണ്ട് പോയിന്റുകളുണ്ട്, ആർ പി, രണ്ട് പോയിന്റുകളാണ്. എനിക്ക് ആർ എന്ന പോയിന്റിൽ നിന്ന് പി എന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ യു ഹാവ് ടു ഡു സം വർക്ക്. എന്തിനു വേണ്ടിയാണ്? ആറിൽ നിന്ന് പിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യണം? ആറിൽ നിന്ന് പിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആറിൽ നിന്ന് പിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ദ വർക്ക് സിമിലർ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
അത് പുതിയൊരു ടേം ആണല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്റ്റീപ്പ് കയറ്റമുണ്ടെന്ന് വിചാരിക്കുക. അതായത് റോഡാണ്, ആ റോഡിൽ വളരെ ചരിവുള്ള കയറ്റമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു സൈക്കിൾ അത് ചവിട്ടി കയറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ സൈക്കിൾ ചവിട്ടി വരികയാണ്, ആ കയറ്റം ചവിട്ടി കയറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു കയറ്റത്തിന് ഹയസ്റ്റ് പോയിന്റും കാണും, ഒരു ലോവസ്റ്റ് പോയിന്റും കാണും. വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാ? ആ കയറ്റം ചവിട്ടി കയറ്റണം. എത്രത്തോളം വർക്ക് ചെയ്യണം? ആ സ്റ്റീപ്പിനെസ്സിന് അനുകൂലമായിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇനി വളരെ ചെറിയൊരു ഇറക്കം, വലിയ കയറ്റമൊന്നുമല്ല, ചെറിയൊരു സ്റ്റീപ്പിനെസ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഇറക്കം മാത്രമേ ഉള്ളൂ, ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ സൈക്കിളിനെ ചവിട്ടി കയറ്റണമെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യണം? കുറച്ച് വർക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ഹയർ പോയിന്റും ലോവർ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് എന്താ? ചെറുതായതുകൊണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഹയർ പോയിന്റും ലോവർ പോയിന്റും വലിയ കയറ്റം ഒന്നുമല്ല, ചെറുതായിട്ടൊരു കയറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് ചവിട്ടി കയറ്റാൻ പറ്റും. ലോജിക്ക് പിടി കിട്ടിയോ ഞാൻ പറഞ്ഞ എന്താണെന്ന്? ഇനി ഞാൻ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാല്, വലിയ ഇറക്കമാണ്, ഞാൻ സൈക്കിൾ മുകളിൽ വെച്ചിട്ട് താഴോട്ട് ചവിട്ടേണ്ട ആവശ്യമില്ല. താഴോട്ട് ഉരുണ്ട് ഇറങ്ങാൻ നോക്കിയാൽ, ചവിട്ടാതെ സൈക്കിളിൽ ഇരുന്ന് വരാൻ നോക്കിയാൽ ആ സൈക്കിൾ കുറെ ദൂരം താഴെ എത്തിയിട്ട് കുറെ ദൂരം കൂടെ റോഡിൽ സ്ട്രെയിറ്റ് പോകും, ഞാൻ ചവിട്ടാതെ തന്നെ. ഇത് ചെറിയൊരു ഇറക്കമായിരുന്നെങ്കിലോ മുകളിൽ നിന്ന് താഴേക്ക് ചവിട്ടാതെ വരികയാണെങ്കിൽ കുറച്ച് ദൂരം മാത്രമേ മുന്നോട്ട് എനിക്ക് ചവിട്ടാതെ ആ സ്റ്റീപ്നെസ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം റോഡിലൂടെ ചവിട്ടാതെ മുന്നോട്ട് പോകാം. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയപ്പോൾ കുറെ ദൂരത്തേക്ക് സൈക്കിൾ ചവിട്ടാതെ മുന്നോട്ട് പോയി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞപ്പോൾ കുറച്ച് ദൂരം മാത്രം സൈക്കിൾ ചവിട്ടാതെ ഉരുണ്ടുപോയി, നമുക്ക് വർക്ക് ചെയ്യാതെ ഉരുണ്ടുപോയി. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഹയർ പോയിന്റും ലോവർ പോയിന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ വലിയ സ്റ്റീപ്പായിട്ടുള്ള കയറ്റത്തിൽ ഞാൻ നല്ലോണം വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാ? മുകളിലെത്താൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വലുതാണെങ്കിൽ ഭയങ്കരമായ വർക്ക് ചെയ്യണം. അപ്പൊ ചെറിയ ഇറക്കമാണെങ്കിലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെറുതാണ്, അപ്പോൾ ചെറിയ വർക്ക് മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഒരു ഇലക്ട്രിക് ചാർജ് ആറിൽ നിന്ന് പിയിലേക്ക് പോകുമ്പോൾ അവിടെയും എത്ര വർക്കാണ് ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ആറിനെയും പിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ച് മതി, എനർജി ഡിഫറൻസിനനുസരിച്ച് മതി. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അപ്പൊ ഇവിടെ നമുക്ക് 2 പോയിന്റുകളുണ്ട്, ആറും പിയും. നമ്മൾ ഇലക്ട്രിക് ചാർജിലേക്ക് കൊണ്ടുവരുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? ആറിൽ നിന്ന് പിയിലേക്കാണ്. എങ്കിൽ പി ആണ് ഫൈനൽ പോയിന്റ്, ആറാണ് ഇനിഷ്യൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ യു ആർ എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. യു പൊട്ടൻഷ്യൽ ആണ്, ഡിനോട്ട് ചെയ്ത ലെറ്റർ ആണ്. യു പി എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. എങ്കിൽ യു പി മൈനസ് യു ആർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഡെൽറ്റ യു എന്ന് വിളിക്കാം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അത്രത്തോളം വർക്ക് ഡൺ ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ആറിൽ നിന്ന് പിയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ദ എനർജി ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ടു ടേക്ക് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യണോ, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ ഇപ്പൊ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ടൈമില് ഒന്നുകൂടെ ഞാൻ മോഡിഫൈ ചെയ്യും. അതായത് ഇപ്പൊ ഈ ചാർജ് ഇൻഫിനിറ്റി ആയിരിക്കും വിചാരിക്കുക. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തായിരിക്കുന്നത് വിചാരിക്കാം. ഇൻഫിനിറ്റിയിലാകുമ്പോൾ വാട്ട് ഈസ് ദ എനർജി? ഇറ്റ് ഈസ് സീറോ. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് പി in an electric charge configuration is called electrostatic potential energy. അപ്പോൾ electrostatic potential energy എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന്, അതായത് നമ്മുടെ ഫീൽഡിന്റെ പുറത്ത് ഒരു ചാർജിനെ നമ്മുടെ ഒരു കോൺഫിഗറേഷൻ ചാർജ് കോൺഫിഗറേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യണം, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇപ്പൊ ഞാനൊരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരികയല്ലേ, ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇൻഫിനിറ്റിയിലെ എനർജി എത്രയാണ്? 0 ആണ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വർക്ക് ഡൺ W ഇൻഫിനിറ്റി P. ദാറ്റ് ഈസ് എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? P എന്ന പോയിന്റിലേക്ക്. അപ്പോൾ യു പി ആണ് കൂടിയ എനർജി ഉള്ള സ്ഥലം. അപ്പോൾ യു പി മൈനസ് എവിടുന്നാ വന്നത്? എനർജി ഒട്ടും ഇല്ലാത്ത സ്ഥലത്ത്, പൊട്ടൻഷ്യൽ ഇല്ലാത്ത സ്ഥലത്ത്. യു പി മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും the amount of work done to move a charge from infinity to P. That work done is called
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ രണ്ട് ടെൻസ് നമ്മൾ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ യു എന്ന ലെറ്റർ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ, പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി കാണും. സോ മാത്തമാറ്റിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ഈ ആറിനെയും പിയെയും മാറ്റിയിട്ട് ആറിന്റെ സ്ഥാനത്ത് എ എന്ന പോയിന്റ് എഴുതുകയാണ്, പിയുടെ സ്ഥാനത്ത് ബി എന്നൊരു പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് വി എ മൈനസ് വി ബി എന്ന് എഴുതാം. വി എയും വി ബി ഒക്കെ ആരാണ്, എയിലെ പൊട്ടൻഷ്യൽ ആണ് വി എ, ബിയിലെ പൊട്ടൻഷ്യൽ ആണ് വി ബി. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ബി ടു എ. അതാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ ആരെയാ മൂവ് ചെയ്യിക്കുന്നത്, ഒരു യൂണിറ്റ് ചാർജിനെ അല്ലേ. അപ്പൊ അതിനെ Q0 എന്ന് വിളിക്കുകയാണ് ഞാൻ മൂവ് ചെയ്യിക്കുന്ന ചാർജിനെ. നിങ്ങൾ മുമ്പേ സൈക്കിൾ ചവിട്ടി കയറ്റി എന്ന് പറഞ്ഞല്ലോ, ആ സൈക്കിളിനെയാണ് നമ്മൾ ചവിട്ടി കയറ്റിയതെങ്കിൽ ഇവിടെ ഞാൻ ആ Q0 എന്ന ചാർജിനെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ Q0 ആണ്. യൂണിറ്റ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വർക്കിന്റെ ഉണ്ട് ജൂൾ ആണ്, ചാർജിന്റെ ഉണ്ട് കൂളംബ് ആണ്. അപ്പോൾ ജൂൾ പെർ കൂളംബ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്. ഇനി നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഇതുവരെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് to move from infinity to a point in a charge distribution. So electric potential is the amount of work done to move a unit charge from infinity to a point P. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V യെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ W ബൈ Q0. Q0 ആണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത്, ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ചാർജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു W ബൈ Q0 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്, വർക്ക് ഡൺ ജൂൾ ആണ്. Q0 എന്നത് ചാർജ് ആണ്, ചാർജിന്റെ യൂണിറ്റ് എന്താ, കൂളംബ് ആണ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, ജൂൾ പെർ കൂളം, അഥവാ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട്. ഒരു ജൂൾ പെർ കൂളംബ് ആണ് 1 വോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സിംഗിൾ ചാർജ് മനസ്സിലാക്കിയിരുന്നു. എത്രയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരുന്നു നമുക്കറിയാം, ഇറ്റ് ഇസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് ചാർജ് ആണ്. അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിറ്റ് ചാർജ് എത്രയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അത് 1/4πε0 2/r² ആണ്. ഇന്ന് നമ്മൾ പഠിച്ചു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഇറ്റ്സ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. നമുക്ക് രണ്ടിടത്തും കാണാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി F/Q ആണ്, ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ W/Q ആണ്. രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ, കാരണം രണ്ടിടത്തും എന്തുണ്ട്, നമ്മുടെ യൂണിറ്റ് ചാർജ് ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയിൽ F/Q ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസ് അത് W/Q ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ റിലേഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സിംഗിൾ യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. നമുക്ക് അടുത്ത് ചെയ്യേണ്ട ഡെറിവേഷൻ ആണ്, നമുക്ക് അത് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കിനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എത്രയാണെന്ന് മനസ്സിലാക്കാം. സപ്പോസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് P due to a single point charge plus Q. അതായത് നമുക്ക് ഓയിലിരിക്കുന്ന പ്ലസ് Q ചാർജ് മുഖാന്തരം ഓയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് Pയിൽ ഈ പ്ലസ് Q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. യു നോ ദാറ്റ് ബൈ ഡെഫിനിഷൻ electric potential at P is the amount of work done in carrying a unit positive charge from infinity to P. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പി അല്ലേ. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് Q. അപ്പം ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ കൊണ്ടുവരാൻ പോവാ, എങ്ങോട്ടാണ്, പിയിലേക്ക്. അങ്ങനെ കൊണ്ടുവന്നാൽ എനിക്ക് എന്നാ കണ്ടുപിടിക്കാം, ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് Q കണ്ടുപിടിക്കാം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ.
അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ടുവേഴ്സ് ഇൻഫിനിറ്റി ആണ് പ്ലസ് ക്യൂ മുഖാന്തരം ഇലക്ട്രിക് ഫീൽഡ് ടുവേഴ്സ് ഇൻഫിനിറ്റിയാണ്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് ചാർജിനെ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എ ഞാൻ കൺസിഡർ ചെയ്യുവാണ്, എ ആൻഡ് ബി വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് dx. അപ്പോൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കൺവീനിയന്റ് ആയിട്ട് എ എന്നൊരു പോയിന്റ് ബി എന്നൊരു പോയിന്റ് ഇന്റർമീഡിയറ്റിൽ ഞാൻ കൺസിഡർ ചെയ്തതേ ഉള്ളേ. അപ്പോൾ ഈ എ എന്ന പോയിന്റ് നമ്മുടെ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്ന ഓയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് എഴുതുകയാണ്, എക്സ്. അപ്പോൾ അങ്ങനെ എ എന്ന പോയിന്റ് തൊട്ട് ഒ എന്ന പോയിന്റ് വരെ ഒ എ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ആ ഒ എ ഡിസ്റ്റൻസിലെ ഒരു ചെറിയ പാർട്ടാണ് എ ബി എന്ന് പറയുന്ന ഡി എക്സ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എ എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഒരു സിംഗിൾ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഇന്റൻസിറ്റി 1/4πε0. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ചാർജ് ക്യൂ അല്ലേ, ക്യൂ ബൈ ഈ ഓയിൽ ഇരിക്കുന്ന ക്യൂ എ കൊടുക്കുന്ന ഇലക്ട്രിക് ഇന്റൻസിറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. പക്ഷെ ഇപ്പം ഒ തൊട്ട് എ വരെ ഡിസ്റ്റൻസ് എക്സ് ആയത് നമുക്ക് എന്നാ എഴുതാം, ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എയിൽ പ്ലസ് ക്യൂ കൊടുക്കുന്ന ഇലക്ട്രിക് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ഈസ് എലോങ് എന്താണ്, ഒ എ ആണ്. സോ ദി സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് വരികയാണ്. ആ വരുന്ന വഴിക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഡിസ്റ്റൻസ് ആയി എയിൽ നിന്ന് ബിയിലേക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുന്ന വർക്ക് ഡൺ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെറിയ വർക്ക് ഡൺ DW ഈക്വൽ ടു നമുക്ക് എഴുതാം ഇലക്ട്രിക് ഇന്റൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. ചെറിയ ഡിസ്റ്റൻസ് dx അല്ലേ, DW ഈക്വൽ ടു ഈ എത്രയാണ് 1/4πε0 q ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു dx എന്ന് എഴുതാം. മറ്റൊരു കാര്യം ചെയ്തോട്ടെ, എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ ആണെങ്കിൽ ഇ ഡോട്ട് ഡി എക്സ് എത്രയാണ്, ഇ ഡി എക്സ് കോസ് തീറ്റ ആണ്. ഇനി ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് എങ്ങോട്ടാണ്, എന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ദാ ഈ വശത്തേക്കും ഡിസ്പ്ലേസ്മെന്റ് ദാ അതിന് ഓപ്പോസിറ്റുമാണെങ്കിൽ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് മുന്നോട്ട് ഈ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര, 180 ഡിഗ്രിയാണ്. അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, പക്ഷെ അതിനെതിരെയാണ് വർക്ക് കിടക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ എന്നാ പറ്റും, 180 ഡിഗ്രി ആവും. സെയിം ആയിരുന്നെങ്കിൽ എന്നാ പറ്റിയ ആംഗിൾ എന്നാ പറ്റുന്നത്, തീറ്റ ഈക്വൽ 0 ഡിഗ്രി ആണ്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയപ്പോൾ അത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ ഡി എസ് കോസ് 180 എന്ന് എഴുതണം. അപ്പോൾ എന്നാ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു DW ഈസ് ഈക്വൽ ടു കോസ് 180 -1 ആണ്, മൈനസ് ഓഫ് ഇ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് DW ഈസ് ഈക്വൽ ടു -1 എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മൈനസ് ഇൻറ്റു 1/4π മൈനസ് വരാൻ കാരണം താണ്ട് ഈ മൈനസ് അവിടെ കൊടുത്തേക്കുന്നത്. ഇൻറ്റു ഇ എത്രയാണ്, 1/4πε0 q ബൈ എക്സ് സ്ക്വയർ ആണ്. ഇൻറ്റു ബാക്കി എന്നാ ഉണ്ട്, dx ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ ഇടവേളയിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് വിത്ത് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടണം. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇങ്ങനെ ഏത് രണ്ട് പോയിന്റുകൾക്കിടയിലും ഇൻഫിനിറ്റി തൊട്ട് പി വരെ ഏത് രണ്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾക്കിടയിലുള്ള വർക്ക് ഡൺ എത്രയായിരിക്കും, ഇത്രയായിരിക്കും 1/4πε0 q ബൈ എക്സ് സ്ക്വയർ dx. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേഷന്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എവിടം തൊട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം, എവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇൻഫിനിറ്റിയിലാണ്. എവിടം വരെയാണ് നമ്മൾ ആ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്, പോയിന്റ് പിയിലേക്കാണ്. ഈ പോയിന്റ് പി എന്ന് പറയുന്നത് ഓയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാ, ആർ ഡിസ്റ്റൻസ് അകലെയാ. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്ന ഒ എന്ന പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലുള്ള പോയിന്റ് ചാർജിനെ എങ്ങോട്ട് മാറ്റുകയാണ്, ഞാൻ പിയിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓയിൽ നിന്ന് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ അകലെയിരിക്കുന്ന യൂണിറ്റ് ചാർജിനെ ഓയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പിയിലേക്ക് മാറ്റുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ആണ്. എത്രയാണ് വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ -1/4πε0 q ബൈ എക്സ് സ്ക്വയർ dx ആണ്. ഇനി നമുക്ക് എന്നാ ചെയ്യണം, ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻസിനെ പുറത്താക്കാം. ഇന്റഗ്രേഷൻ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. q കോൺസ്റ്റന്റ് ആണ് വെച്ചിരിക്കുന്ന, ചാർജ് കോൺസ്റ്റന്റ് ആണ്. 4πε0 എല്ലാ ടേംസും കോൺസ്റ്റന്റ്സ് ആണ്. മൈനസ് സൈൻ ഇവിടെ ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തിട്ടിട്ടുണ്ട്. ഇൻറ്റു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ആരെ ഉള്ളതിന് അകത്ത് 1/x² dx ആണ്.
or W is equal to minus Q by 4 pi epsilon 0 into integral infinity to R x square x raised to minus 2 എന്ന് എഴുതാമല്ലോ x raised to minus 2 dx. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം x raised to minus 2 dx ആണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം. x raised to m dx ന്റെ ഉത്തരം x raised to m plus 1 divided by m plus 1 ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ് ഇതിനെ നമുക്കിപ്പോൾ സോൾവ് ചെയ്യേണ്ടത് എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സിനെയാണ് നമുക്കിപ്പോൾ സോൾവ് ചെയ്യേണ്ടത് അല്ലേ. ഇത് നമ്മുടെ സോൾവ് ചെയ്യേണ്ട സാധനം. അപ്പോൾ അതിന് ഇതേ റൂൾ കൊടുക്കും എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 ആണ്. ആൻസർ എന്നാ കിട്ടും? മൈനസ് 2 പ്ലസ് 1 എത്രയാണ്? മൈനസ് 1 ആണ്. താഴെ മൈനസ് 2 പ്ലസ് 1 എന്നാ കിട്ടും? അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 1 ബൈ എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം മൈനസ് 1 ബൈ എക്സ് ആണ്. അത് നമുക്ക് ഈ സ്റ്റെപ്പിന്റെ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതിയാൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു മൈനസ് ഓഫ് ഇതിന്റെ റിസൾട്ട് ആണ് എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സിന്റെ ഉത്തരം. ഇതിന്റെ ഉത്തരമാണ് എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സിൻ്റെത് എത്രയാണ്? മൈനസ് 1 ബൈ എക്സ് ആണ്. ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ലിമിറ്റ് അവിടെ ഇട്ടുണ്ട് ഇൻഫിനിറ്റി തൊട്ട് 6 വരെ. അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുമ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ഈ മൈനസും ഈ മൈനസിന് മൾട്ടിപ്ലൈ പ്ലസ് ആയിപ്പോയെ ഇൻറ്റു ബാക്കി എന്നാ ഉണ്ട്? ലിമിറ്റ് കൊടുക്കണം. ആരാ ചേഞ്ചിങ് വാല്യൂ? എക്സ് ആണ്. എക്സിനല്ലേ നമുക്ക് വ്യത്യാസപ്പെടുന്നത്. എക്സ് ഡിസ്റ്റൻസ് അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് എക്സ് ഡിസ്റ്റൻസ് അല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേഞ്ചിങ് വാല്യൂ എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. അത് എത്രയാണ്? 1 ബൈ 6 ആണ്. മൈനസ് അതേ എക്സിന് ലോവർ ലിമിറ്റ് കൊടുത്തു 1 ബൈ ഇൻഫിനിറ്റി. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു 1 ബൈ 6 എഴുതാം. ബിക്കോസ് 1 ബൈ ഇൻഫിനിറ്റി നമുക്ക് അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. Therefore W is equal to 1 by 4 pi epsilon 0 Q by R എന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. ആൻഡ് ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. Therefore V is equal to 1 by 4 pi epsilon 0 Q by R എന്ന് എഴുതാം. അപ്പോൾ ഒരു സിംഗിൾ ചാർജ് ഉണ്ടാക്കാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 1 by 4 pi epsilon 0 Q by R ആണ്. ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയാണെന്ന് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുകയും ചെയ്തു ഇവിടെ അല്ലേ. 1 by 4 pi epsilon 0 Q by R സ്ക്വയറും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പ്ലസ് ചാർജ് Q പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചാർജ് പ്ലസ് Q നെഗറ്റീവ് ആയിരുന്നെങ്കിലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാ പറ്റിയനെ? നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസസ് എ നെഗറ്റീവ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി ഈ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റിയിലായിരുന്നെങ്കിലോ, അതായത് വെൻ ആർ ഈസ് അറ്റ് ഇൻഫിനിറ്റി, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന പോയിന്റ് ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിലോ ക്യൂ ബൈ ആർ എന്ന് പറയുന്നത് എന്നാ പറ്റും? ക്യൂ ബൈ ഇൻഫിനിറ്റി ആവും. ക്യൂ ബൈ ഇൻഫിനിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലാക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് 0 അറ്റ് ഇൻഫിനിറ്റി എന്നും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇറ്റ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പഠിച്ചു. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെത്. ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് കൺസർവേറ്റീവ്? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു കൺസർവേറ്റീവ് ഫോഴ്സ്? ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ദ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും ഓവർ എ ക്ലോസ്ഡ് പാത്ത്. അപ്പൊ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണം. എനിക്കിതാ ഇങ്ങനെ മൂവ് ചെയ്യിക്കാം, ഇങ്ങനെ മൂവ് ചെയ്യിക്കാം, ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യിക്കാം. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യുന്ന വർക്ക് ഡൺ. അപ്പൊ നമുക്ക് കിട്ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ആയിരിക്കും. വി എ മൈനസ് വി ബി ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. ഞാൻ ആ യൂണിറ്റ് പോസിറ്റീവ് യൂസർ എന്ന് വിളിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇനി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യിക്കുന്നയോ, അപ്പൊ വി ബി മൈനസ് വി എന്ന് എഴുതാം. അതെത്രയായിരിക്കും? ഡബ്ല്യു ബി എ ഡിവൈഡഡ് ബൈ യു0 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടോട് ആഡ് ചെയ്താൽ എന്ന് ബിയിലേക്കുള്ളതും അതൊരു സൈക്ലിക് പ്രോസസ്. തിരിച്ച് ബി നിന്ന് എയിലേക്കുള്ള ആഡ് ചെയ്ത് എന്നാ പറ്റും? ആൻസർ എന്നാ പറ്റും? 0 ആയിരിക്കും. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ നേച്ചർ എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ബിക്കോസ് നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. സോ
Electrostatic field is a conservative field and electrostatic forces are conservative forces in nature. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. മറ്റൊരു പ്രോപ്പർട്ടിയും കൂടെ അവിടെ നിന്ന് സൂചിപ്പിക്കാനുള്ളത് the electric potential is a scalar quantity എന്നുള്ള കാര്യമാണ്. The electric potential is defined as the amount of work done per unit positive charge to bring from infinity to that point എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. The work done is defined as the dot product of force and displacement, which is a scalar quantity. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷേ വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് എ ഗ്രൂപ്പ് ഓഫ് ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പി കണ്ടുപിടിക്കുന്നതിന് ഈ സ്കെയിലാർ പ്രോപ്പർട്ടി ഓഫ് എൻ ഇലക്ട്രിക് ചാർജ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. 2, ഇറ്റ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. 3, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അടുത്ത നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഒന്ന് നോക്കാം. അതായത് ഒന്നിലധികം ചാർജസ് ഒരു പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് അറിയേണ്ടത്. ഇവിടെ നമുക്ക് പോയിന്റ് പി ഉണ്ട്. Q1 എന്ന ചാർജ് പോയിന്റ് പി നിന്ന് R1 ഡിസ്റ്റൻസിലാണ്. Q2 എന്ന ചാർജ് പോയിന്റ് പി നിന്ന് R2 ഡിസ്റ്റൻസിലാണ്. Q3 എന്ന പോയിന്റ് ചാർജ് പിയിൽ നിന്ന് R3 ഡിസ്റ്റൻസിലാണ്. എങ്കിൽ ഈ 3 ചാർജസും കൂടെ പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ Q1 എന്ന ചാർജ് പിയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലിനെ V1 എഴുതുകയാണ്. നമുക്ക് എന്നാ എഴുതാം? 1/4πε0 Q1/R1 എന്ന് എഴുതാം. സിമിലർലി V2 ഈസ് ഈക്വൽ ടു എന്നാ എഴുതാം? 1/4πε0 Q2/R2 എന്ന് എഴുതാം. അപ്പോൾ V3 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V3 എന്ന് വെച്ചാൽ Q3 എന്ന ചാർജ് പോയിന്റ് പിയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലായ V3 എന്നാ എഴുതാം? 1/4πε0 Q3/R3 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇറ്റ് ഇസ് എ സം ഓഫ് ദ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽസ് ആയിരിക്കും. അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. V ഈസ് ഈക്വൽ ടു 1/4πε0 കോമൺ എടുത്താൽ എന്നാ എഴുതാം? Q1/R1 പ്ലസ് Q2/R2 പ്ലസ് Q3/R3 എന്ന് എഴുതാം. അപ്പോൾ ഇഫ് ദർ ആർ n ചാർജസ് ഉണ്ടായിരുന്നെങ്കിലോ ഇവിടെ നമുക്ക് എന്നാ പറ്റിയ പ്ലസ് എക്സെട്ര അപ് ടു Q1/R എന്ന് എഴുതാം അല്ലേ. So this is the electric potential due to a number of charges at a point. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അതിന്റെ യൂണിറ്റ്, and also we do found the electric potential due to a single charge. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാം. എല്ലാവർക്കും നന്ദി.